നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം തരില്ല. അച്ഛൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ പറ്റില്ല ശ്രീ. നമുക്ക് ഈ നാട് വിട്ടു പോവാം. ഒളിച്ചോടാനോ? എനിക്കെന്തോ പ്രതാപന് ഇത്രയും വേഗം ലെൻസിനൊക്കെ പ്രോബ്ലം വന്ന് സീരിയസ് കണ്ടീഷനാണെന്നൊക്കെ പറയുമ്പോ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായതാണെന്ന് വെച്ചാ അതിനൊക്കെ അതിന്റേതായ ലക്ഷണങ്ങൾ എന്നേ കാണിച്ചു തുടങ്ങിയേന്. നീ വാ, നമുക്ക് MD കണ്ടിട്ട് വരാം. വാ. ഇനി ഇവനെന്തെങ്കിലും സ്റ്റേറ്റ്സിലും ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി യൂണിവേഴ്സിറ്റി നിന്ന് നിന്നെ പുറത്താക്കിയതാണെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്താണ് നോക്കി നിൽക്കുന്നത്? ഇറങ്ങി പോണ എങ്ങോട്ടെങ്കിലും. അതിനും മാത്രമുള്ള ധൈര്യമൊന്നും ഇവനില്ല. ഇവൻ എന്നെ സംശയമായി തോന്നുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡോക്ടർ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? വർമ്മ സാറിനെ ഇപ്പൊ പരിശോധിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഏറ്റവും പേര് കേട്ട പൾമോളജിസ്റ്റ് ആണ്. ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ശരി ശരി ഡോക്ടർ. ഡോക്ടർ, ഇനി അങ്ങേരെങ്ങാനും കണ്ണു തുറന്ന് എണീറ്റ് വരുമോ? ആർക്കു വേണ്ടിയാണോ ഈ ഹോമം നടത്തിയത് അയാളെ ഈ പ്രസാദം തൊടിയിക്കണം. ശരി തിരുമേനി. ഭഗവാനെ, എന്റെ അച്ഛന് വേഗം ഭേദാവളെ. ഹലോ ഹരീഷ്. ഹലോ ശ്രീ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിക്കുന്നത്. കോള് കട്ട് ചെയ്യരുത്. കാര്യം എന്താന്ന് വെച്ചാ വേഗം പറ ഹരീഷ്. എത്ര കാലം നമ്മൾ ഈ വിഷമം സഹിച്ച് ഇങ്ങനെ ജീവിക്കും ശ്രീ? എന്റെ പാരന്റ്സ് ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം തരില്ല. അച്ഛൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ പറ്റില്ല ശ്രീ. നമുക്ക് ഈ നാട് വിട്ടു പോവാം. ഒളിച്ചോടാനോ? അയ്യോ, അതൊന്നും ശരിയാവില്ല. നമുക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല ശ്രീ. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമുക്കിതാണ് ഏക വഴി. വേണ്ട ഹരീഷ്, എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഹരീഷ് തിരിച്ചു പൊക്കോ. ശ്രീ, ഞാൻ തീരുമാനിച്ചുറപ്പിച്ച വന്നിരിക്കുന്നത്. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാനിപ്പോ വീടിനകത്തേക്ക് കയറി വരും.
മഞ്ജു, ശ്രീ, നിങ്ങൾ രണ്ടാളും എൻ്റെ രണ്ട് കണ്ണുകളാണ്. ശ്രീ വാ, നമുക്ക് പോവാം. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് ഹരീഷ്. എങ്കി വാ, നമുക്ക് എവിടെയെങ്കിലും പോയി ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇല്ല ഹരീഷ്, നിനക്കിത് പറയാൻ എളുപ്പം. ഞാനിപ്പോ ഇറങ്ങി വന്നോ, നാളെ നേരം പുലരുമ്പോ മാനക്കേടുണ്ടാകാൻ പോകുന്നത് എന്റെ കുടുംബത്തിന്. പ്ലീസ് ശ്രീ, ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്ക്. കുടുംബത്തിന്റെ മാനക്കേടൊക്കെ ദിവസങ്ങൾ കഴിയുമ്പോ മാറും. നീ വാ, നമുക്ക് പോവാം. ഹരീഷ്, വേണ്ട, വാ ശ്രീ, വേണ്ട ഹരീഷ്, വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, വേണ്ട. എന്താ അത്? എന്താ പറ്റിയ? ഞാനൊരു സ്വപ്നം കണ്ടതാ. സ്വപ്നം? എന്നെ പൊന്നിരാതെ പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് രാമനാമം ജപിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാൻ. അത് ഭഗവാനെ, ഈശ്വരാ. ശ്രീ, ദൈവമേ, ഇവള് ചതിച്ചോ? എന്താ രാധേ, നീ എന്താ ഇത്ര പരക്കം പായണത്? ഒന്നുമില്ലേട്ടാ. മുറി കിടന്ന ചൂടാണെന്ന് ഓർത്ത ഇവിടെ കിടന്നത്. ഇവിടെ മനുഷ്യൻ സ്വസ്ഥയില്ലാന്ന് വെച്ചാ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.